നമസ്കാരം. ഡിഷ് ഗോൾഡ് ഡിഷ് വാഷ് മലയാളി വീട്ടമ്മ പ്രസന്റഡ് ബൈ ചുങ്ക ജ്വല്ലറി, co-branded by സേര. മലയാളി വീട്ടമ്മയുടെ ഇന്നത്തെ മനോഹരമായ അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. Flowers celebrating motherhood. മലയാളി വീട്ടമ്മ. മലയാളി വീട്ടമ്മയുടെ ഇന്നത്തെ ഈ ഫ്ലോറിലേക്ക് നമ്മുടെ പ്രിയപ്പെട്ട സീമ ചേച്ചിയെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഇവിടെ ഒരുങ്ങാൻ പോകുന്നത് ഒരു കല്യാണ വീടാണ്. ഫാമിലി സെലിബ്രേഷൻ സ്കിറ്റ് റൗണ്ടില് വേദിയിലേക്ക് എത്തുന്നു ജുബിതയും ഭർത്താവ് സിബിയും. പിന്നെ ജീവിതം പിന്നെ ജീവിതം ഹായ് ഹായ് ഇപ്പൊ ടോൺ കറക്റ്റായി. ഹായ് എന്താ ഇത്? ഹായ് കറക്റ്റായിട്ട് ഞാൻ തന്നെയാണോ ഇത്? ഇനി പൊളിക്കാം. ഒന്ന് നിക്ക. പെണ്ണിന്റെ അച്ഛനാണോ? അല്ല. അല്ലേ? പെണ്ണിന്റെ അച്ഛനാണോ? അല്ലല്ല. കുട്ടിയെ ഒന്ന് നിൽക്കുക. പെണ്ണിന്റെ അച്ഛനാണോ? നിനക്ക് പ്രാന്താണോ? ഹായ് നക്സ് പോയ അണ്ണന്റെ കണക്കിൽ നിൽക്കുന്ന ഈ ചേട്ടനോട് ചോദിക്കാം, പെണ്ണിന്റെ അച്ഛനാണോ? ഞാൻ പെണ്ണിന്റെ അച്ഛനല്ല. നിങ്ങളാരാ? മനസ്സിലായില്ലല്ലോ. നോം മണ്ഡപം പണിയാൻ വന്ന ആളാ. ആണോ? മണ്ഡപത്തിന്റെ പണി എപ്പ തീരും? പെണ്ണും ചെറുക്കനും അല്ലാതെ മൂന്നാമതൊരാള് മണ്ഡപത്തിൽ കയറിയ മണ്ഡപത്തിന് മണി അപ്പ തീരും. അല്ല, മണ്ഡപത്തിന് മണി അപ്പ തീരും. കർത്താവ് ഇപ്പൊ പിടിച്ചാന്. ഇടോ പൂജ ചെയ്യാൻ വന്നതാണ്, കണ്ടാൽ അറിയില്ലാന്നുണ്ടോ? ഓ ഇല്ലേ ഉണ്ടോ? പെണ്ണിന്റെ അച്ഛൻ എവിടാണെന്ന് പറയടോ. ദാ വരുന്നു പെണ്ണിന്റെ അച്ഛൻ. അതെ, ആരെവിടെ അന്വേഷിച്ച്? ശാന്തികൃഷ്ണ. ശാന്തികൃഷ്ണ വന്നിട്ടുണ്ടോ? എന്നിട്ട് എവിടെ ശാന്തികൃഷ്ണ? അതല്ല, നാം പൂജ ചെയ്യാൻ വന്ന ശാന്തി, പേര് കൃഷ്ണ. അല്ല, പെണ്ണിന്റെ അച്ഛൻ എന്തിനാ അന്വേഷിച്ച്? ഒരു ഉമ്മ കൊടുക്കാൻ. ഡോ ദക്ഷിണ തരേണ്ട ആളല്ലേ, നേരത്തെ ഒന്ന് കണ്ടു വെക്കാന്ന് കരുതി. പിന്നെ കേന്ദ്ര സർക്കാരോട് ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ട ഞങ്ങളാ. അതെന്താ? പണ്ട് ഞങ്ങൾക്ക് 1000-ന്റെ ഒറ്റ നോട്ടാ ദക്ഷിണായിട്ട് കിട്ടിക്കൊണ്ടിരുന്നത്. ഇപ്പൊ അത് 2000-ന്റെ ഒറ്റ നോട്ടാക്കി തന്നില്ലേ? അതിന്റെ ഒരു അല്ലേ വേണ്ട നന്ദി. പെണ്ണിന്റെ അച്ഛനല്ലേ, നോമിനി എന്താ ചെയ്യണ്ടേ? ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടോ? ഇല്ല. എന്നാ പിന്നെ നോമിനിക്ക് ഒന്നും ചെയ്യാനില്ല. അതല്ല, നോമിനി എന്താ ചെയ്യണ്ടേന്ന്. ഈ നോം ഇവിടെ എന്തിനാ വന്നത്? പശുവിനെ കറക്കണം, ചാണാൻ വരണം, പൂജ ചെയ്യാൻ. എന്നാ പിന്നെ അതങ്ങോട്ട് ചെയ്യാ. പൂജക്കുള്ള സാധനങ്ങളൊക്കെ എവിടെ? എല്ലാം റെഡിയാണ്. നിലവിളക്ക്. അയ്യോ, എന്താ സീറ്റിന്റെ കുറ്റി കയറി ചവിട്ടിയാ? അതല്ല, നിലവിളിക്കാൻ പറഞ്ഞില്ലേ? ഹായ് നിലവിളക്ക്. നിലവിളക്ക് നിലവിളക്ക് അത് ശിവുവിന്റെ കടയിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. പിന്നെ പറ. പിന്നെ പറയണ്ട, ഇപ്പൊ പറ. അതല്ല, പറ വേണ്ടേ? പിന്നെ പറയണ്ടേ, അതങ്ങ് പറ. ഓ എന്റെ പൊന്നു തോൽവി, നിറപറ വെക്കേണ്ട പറ വേണ്ടേ? ഓ പറ, അത് ശിവുവിന്റെ കടയിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അവലും മലരും? അത് പിന്നെ ശിവുവിന്റെ കടയിൽ ഏൽപ്പിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ കർപ്പൂരവും ചന്ദനത്തിരിയോ? അതും ശിവുവിന്റെ കടയിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. എന്നാ വാളിയ, നമുക്ക് ഷിബുവിന്റെ കടയിൽ വെച്ച് കല്യാണം നടത്താം. അയ്യോ അതല്ല, എല്ലാം ഇപ്പൊ വരും. താലൻ റെഡി, മാല റെഡി, ബൊക്ക റെഡി, അളിയൻ റെഡി. ഹായ് അതിന് അളിയൻ പൂജാ ലിസ്റ്റിലുണ്ടോ? പൂജാ ലിസ്റ്റിലില്ല, പക്ഷേ ഞാൻ ഇവിടുത്തെ കുടുംബ ലിസ്റ്റിലുണ്ട്. എടോ, ഞാൻ ഈ പുള്ളിയുടെ അളിയനാണെന്ന്. ആണോ? മുഖസ്തുതി പറയാണെന്ന് കരുതരുത്. കല്യാണ വീട്ടിൽ ആഭരണങ്ങൾ മോഷ്ടിക്കാൻ വന്ന കള്ളനെ പോലെ ഉണ്ട്. എന്നാ നാം അങ്ങോട്ട്. എന്താ ഇത്ര ധൃതി? ഇത്ര നേരം ഈ ടോൺ പിടിച്ചെന്ന പാടെനിക്കറിയാം. നാം അങ്ങോട്ട് ചലിക്കുകയാണെന്ന് കാലം പിടിച്ചവന് പറഞ്ഞാലും മനസ്സിലാവും. അളിയ സോറി, ഇന്നലെ വരാൻ പറ്റിയില്ല. നന്നായി. ഇന്നെങ്കിലും വന്നല്ലോ, അത് നന്നായി. അല്ലളിയ, പെങ്ങളെന്തേ? അവള് പിന്നാമ്പുറത്തോടെ പോയി. അതെന്താ? എന്റെ അളിയ അവൾ ഏതെങ്കിലും വീട്ടിൽ നേരെ കയറി വരുന്ന അളിയൻ കണ്ടിട്ടുണ്ടോ? അവൾ എന്റെ കൂടെ ഇറങ്ങി വന്നത് പോലും ആ പിന്നാമ്പുറത്തെ മതിലിയാടിയല്ലേ. അളിയ പിന്നെ ഈ കല്യാണം എന്നൊക്കെ പറയുമ്പോൾ ഇച്ചിരി കാശ് ചെലവുള്ള പരിപാടിയാ. ഈ സാമ്പത്തികത്തിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാ അളിയ? അല്ല, അറിഞ്ഞിട്ട് തരാൻ വല്ല വകുപ്പുണ്ടോ? ഇല്ല. പിന്നെ അറിഞ്ഞിട്ട് എന്തിനാ? അല്ല, അളിയന്റെ കയ്യിലൊന്നും ഇല്ലെന്ന് കേൾക്കുമ്പോ ഒരു സുഖം, അത്രേ ഉള്ളൂ. പിന്നെ അളിയ ദേ നമ്മുടെ എല്ലാ ബന്ധുക്കാരെയും കല്യാണം വിളിച്ചിട്ടുണ്ടോ? എല്ലാരെയും വിളിച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ കല്യാണി അമ്മായിയെ കണ്ടില്ലല്ലോ. കല്യാണി അമ്മായിനെ കല്യാണം വിളിച്ചിട്ടില്ല. അയ്യോ, അതന്നെ. പുള്ളിക്കാരത്തി കല്യാണത്തിന് വന്ന ആ കല്യാണം കലങ്ങും, അല്ലെങ്കിൽ അവര് കലക്കും. അപ്പൊ ഈ കല്യാണം കലക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനമായി. അയ്യോ അതന്നെ, ഇവിടുത്തെ കല്യാണത്തിന്റെ കാര്യം അമ്മായിയെ കണ്ടപ്പോ ഞാൻ അറിയാതെ പറഞ്ഞു പോയളിയ. സോറി. Amai man slow, abai do racing, kita lay peteste, mai tadi. మంచి బీట్ వస్తది, పిచ్చ పాట వస్తది. ఓయ్ എന്താണ്ടാ കീറവട്ടിയില് മീറ പൊട്ട പോലെ വട്ടം കറങ്ങണത്? ഇങ്ങോട്ട് നോക്കടാ, അമ്മായിനെ നോക്കടാ. അമ്മായി നീ മിണ്ടട്ടേക്ക, നിന്റെ മോറ് കാണുമ്പോ എനിക്ക് മണ്ട കായുണ്ട്.
ഇവൻ നാട്ടുകാരും വീട്ടുകാരും മൊത്തം കല്യാണം വിളിച്ച് മലക്കന്മാരിലെ സുശീലിനെ വിളിച്ച് കൊല്ലംകോട്ട സാറത്തിനെ വിളിച്ച് പഴനിമലയിൽ ദിവാറിനെ വരെ വിളിച്ച്. ഓ ഈ തള്ളക്ക് ഒരു വെളിവും ഇല്ലല്ലോ. പഴനിമല ദിവാകരനല്ല, മുരുകനാ മുരുകൻ. എന്നിട്ട് ഈ അമ്മായിനെ വിളിച്ചില്ല. എന്താണ്ടാ അമ്മയ്ക്ക് ചന്ത പോരാഞ്ഞിട്ടാടാ? അത് മോശമായി പോയി. അതെന്റെ മോനെ, ഈ അമ്മായിനെ കല്യാണം വിളിക്കാത്ത മോശമായി പോയില്ലേ? വിളിക്കാത്ത കല്യാണത്തിന് വന്നത് മോശമായി പോയി. അല്ലെങ്കിൽ എനിക്ക് അറിയാതെ കുടുംബത്തേറ്റാ കൊള്ളൂല അത്. ആരെ? എന്നെ ഒന്ന് പറഞ്ഞ രണ്ടാമത്തേന് തുണി വെക്കി കാട്ടും. ആര്? ഞാൻ തന്നെ അല്ലാണ്ടാര്. നിങ്ങൾക്ക് അറിയോ കുട്ടികളെ, ഇവന്റെ അമ്മ പിണങ്ങി പോയപ്പോ താഴ്ത്ത് തലയിലും വെക്കാൻ നോക്കിയത് ആരാണ്? ഈ അമ്മായിയാണ്. എന്റെ അമ്മ പിണങ്ങി പോകാൻ കാരണം ഈ തള്ള ഒറ്റൊരുത്തിയാ. മോനെ, 3-ാം വയസ്സില് വെള്ളത്തിൽ വീടും മടക്ക് വെള്ളം കുടിച്ച് ചാവാൻ പോയതിന്റെ എന്റെ ജീവൻ നോക്കാണ്ട് നിന്റെ ജീവൻ കാത്ത അമ്മായിയല്ലടാ ഞാൻ. അമ്മായി ആരാരിരോ പാടിയതാരോ തൂങ്ങിപ്പോനതാരോ യാരോ യാരോ എനക്കാരോ യാരോ ആരാരിരോ പാടിയതാരോ യാരോ. അമ്മായി ഏതായാലും കല്യാണത്തിന് വന്നു. ദൈവത്തെ ഓർത്ത് എന്റെ മോളുടെ കല്യാണം മുടക്കരുത്. എന്താ രാമകൃഷ്ണ നീ അമ്മായിനെ അങ്ങനെ കണ്ടാക്കണ്? അമ്മായി കല്യാണം മുടക്കൂലടാ. വളയപ്പുള്ളിക്കാവിലെ അമ്മയാണ് സത്യം. എന്റെ അളിയാ, ഇത് അമ്മായി മനസ്സിൽ തട്ടി പറഞ്ഞ. അല്ലെങ്കിൽ പിന്നെ ഇത്രയും വലിയ സമ്മാനമായിട്ട് കല്യാണത്തിന് കയറി വരുവോ? ആര് പറഞ്ഞു സമ്മാനാണെന്ന്? പിന്നെ ഇതെന്നാ മോനെ, ഇവിടെ സദ്യക്ക് സാധനങ്ങൾ ബാക്കി വരൂലേ, അത് കൊണ്ടുപോകാനുള്ള പാത്രങ്ങളാണിത്. അയ്യോ, പാത്രത്തെ നിർത്തിയത് എന്ത്? ഒരു പെട്ടിയാട്ടയും കൂടെ വിളിച്ചോണ്ട് വരാൻ മേലായിരുന്നോ? പാത്രം പൊക്കി പിടിച്ചോണ്ട് വന്നേക്കുന്നു. ഓ രാമകൃഷ്ണോ, അമ്മായിയുടെ പാത്രങ്ങൾ കലവറി കൊണ്ട് വെക്കുണ്ണിയേ. ധാരാണ്ടുണ്ണിയേ, നീ ആ രമണിയുടെ മൻ രമേശ് അല്ലേ? അതേ മായി. ഹാ, ചേട്ടനറിയോ? ഓ, ഏട്ടനെ അറിയോ? ഏട്ടാ ആദ്യം കിട്ടിയ പെണ്ണിനെ അറിയും. ആദ്യം കിട്ടിയ പെണ്ണോ? ശ്രീധനം വരാന്നും പറഞ്ഞ് ഇവൻ സ്റ്റൗ പൊട്ടിച്ച് കൊല്ലാൻ നോക്കിയില്ലേ ആ പെണ്ണ്. ഇല്ലാത്ത പറയരുത്. ഇല്ലാത്ത പറഞ്ഞിട്ട് എനിക്കെന്ത് കിട്ടാനാണ് കുട്ടിയെ? മഞ്ജു വേണ്ട, ഒന്നും പറയണ്ട. ഞാനൊന്ന് പറയട്ടെ. വേണ്ട, എനിക്കൊന്നും കേക്കണ്ട. മഞ്ജു, ഞാൻ പറയട്ടെ, ഇവർക്ക് പ്രാന്താണ്. ഇല്ല വേണ്ട, നാട്ടുകാരിങ്ങനെ പറയില്ലല്ലോ നിങ്ങളൊന്നും ചെയ്യണ്ട. അല്ല, ഞാനൊന്നും ചെയ്തില്ല. ഇല്ല, എനിക്കറിയാം. മഞ്ജു പോവല്ലേ? വേണ്ട മഞ്ജു, അവൾ അങ്ങോട്ട് പോട്ടെ കുട്ടിയെ, അല്ലെങ്കിൽ അവളെ ആള് ശരിയല്ലടാ. തള്ളേ, നിങ്ങൾ എന്ത് വർത്താനേ പറഞ്ഞത്? ഞാൻ മുമ്പ് കെട്ടിയിട്ടില്ല, ഞാൻ ആരെ കൊല്ലാനും നോക്കിയിട്ടില്ല. അല്ലടാ, നീ ആ താഴത്തെ വീട്ടിലെ രമണിയുടെ മകൻ രമേശനല്ലടാ? അല്ല, ഞാൻ മേലെ പറമ്പിൽ രമണിയുടെ മകൻ രമേശനാ. അയ്യോടാ ഉണ്ണിയെ, ആള് മാറിപ്പോയതാണ്ടാ. പോതള്ളേ, ആള് മാറിപ്പോയി മോനെ. ഞാൻ വിചാരിച്ചത് വേറെ തന്നെയാ. തള്ളേ, നിങ്ങൾ കാരണം ഒരു പയ്യന്റെ ജീവിതം ഇല്ലാതായി തീർന്നില്ലേ? ഇതാണ് ഞാൻ നിങ്ങളെ കല്യാണത്തിന് വിളിക്കായിരുന്നേ. മോനെ, 3-ാം വയസ്സില് വെള്ളത്തിൽ വീടും മടക്ക് വെള്ളം കുടിച്ച് ചാവാൻ പോയതിന്റെ എന്റെ ജീവൻ നോക്കാണ്ട് നിന്റെ ജീവൻ കാത്ത അമ്മായിയല്ലടാ ഞാൻ. അമ്മായി ആരാരിരോ പാടിയതാരോ തൂങ്ങിപ്പോനതാരോ യാരോ യാരോ എനക്കാരോ യാരോ ആരാരിരോ പാടിയതാരോ യാരോ. അമ്മായി ഏതായാലും കല്യാണത്തിന് വന്നു. ദൈവത്തെ ഓർത്ത് എന്റെ മോളുടെ കല്യാണം മുടക്കരുത്. ഏട്ടാ സുധാരാ, അല്ല ഇതാരാ അമ്മായിയോ? അമ്മായി അങ്ങ് ക്ഷീണിച്ച് പുകലിഞ്ഞിട്ട് പോലെ ആയി പോയല്ലോ. നീ ഗൾഫിൽ നിന്ന് പോന്ന്? ഞാൻ വന്നിട്ട് 1 മാസമായി. 2 ദിവസം കഴിയുമ്പോ അങ്ങ് തിരിച്ചു പോണം. പിന്നെ എടിയേ, ഇതാരാ നിക്കുന്നത് മുതലെന്ന് കണ്ടോ? ഇതാണ് ഞങ്ങളുടെ കുടുംബത്തിലെ അമ്മായി. സുഖാണോ മോനെ? സുഖമാണ് അമ്മായി. ഗൾഫിൽ നല്ലൊരു ജോലിയുണ്ട്, നല്ല ശമ്പളമുണ്ട്, നല്ലൊരു വീട് വെച്ചു, പിന്നെ ഒരു കല്യാണം കഴിച്ചു. അങ്ങനെ സുഖമായിട്ടൊക്കെ അങ്ങ് പോന്ന്. ഇതാണോ കുട്ടിയാ നിന്റെ പെണ്ണ്? കമോൺ ബേബി. ഓ യാ, ഇതാണ് അമ്മായി എന്റെ പെണ്ണ്. പിന്നെ അമ്മായിയെ ഒരു കാര്യം ഞാൻ പറയാം. എന്നെ കുറിച്ച് അവളോടോ അവളെ കുറിച്ച് എന്നോടോ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. കാരണം ഞങ്ങൾ തമ്മിൽ പിരിയാൻ തീരുമാനിച്ചിട്ടില്ല. കേട്ടോ എന്നെ പൊന്നമ്മായിയേ? ആത്തട നീ അങ്ങനെ പറയണത്? അമ്മായിനെ പറ്റി നീ അങ്ങനെ കണ്ടത്? കണ്ടത് മാത്രമല്ല, കേട്ടതും ഒക്കെ അങ്ങനെ തന്നെ. എന്താണ്ടാ ഉണ്ണിയേ, നിന്റെ മോറില് നീരുണ്ടല്ലോ. ഏയ്, അത് നീരൊന്നുമില്ല. ആണോടി? അയ്യോ, അത് നീരല്ല. ചേട്ടൻ ഗൾഫിൽ പോയപ്പോ ഒട്ടകത്തിന്റെ പാലൊക്കെ കുടിച്ചൊന്ന് നന്നായതാ അല്ലേ ഏട്ടാ? അതെ 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 അമ്മായി, ഒട്ടകത്തിന്റെ പാലൊക്കെ കുടിച്ചാൽ ഇങ്ങനെ മുഖം തൊടുക്ക. തുടുത്ത മോനെ, എന്നാ പേടിക്കണം. പേടിക്കാനോ? ഞാനോ? ആദ്യോ
മക ഇതുപോലൊന്ന് തുടക്കും പിന്നെ കരുവാളിക്കും. അതുപോലെയല്ലേ ദുബായ് പോയ പുഷ്പ ചത്തുപോയത്. അമ്മായി നീ പേടിക്കണ്ട കുസുമ, അമ്മായി വെറുതെ പറയുവാ. അയ്യോ മോന്റെ കാര്യല്ല അമ്മായി പറഞ്ഞത്. പിന്നെ നമ്മുടെ ദുബായിലുള്ള പുഷ്പന്റെ കാര്യം ഉണ്ണിയെ നീ പേടിക്കണ്ട, 2 ദിവസം കൂടി ഉണ്ടല്ലോ. ആ ശരിയാടി, 2 ദിവസം കൂടെ ഉണ്ട്. അത് കഴിഞ്ഞാല് നെഞ്ചത്തൊരു വേദന വരും. അയ്യോ വെട്ടിട്ട വാഴ പോലെ കിടക്കുകയും ചെയ്യും. ഇപ്പൊ അങ്ങനുണ്ട്, ഞാൻ പറഞ്ഞ ശരിയായില്ലേ? അയ്യോ എന്റെ ചേട്ടൻ പോയേ. ചേട്ടാ എഴുന്നേക്ക് ചേട്ടാ. ഈ പരട്ട് തള്ള പറഞ്ഞു എന്റെ ചേട്ടനെ കൊന്നു. ഇതെന്തേ കാണിക്കണേ? പാട്ടിന് സ്പീഡ് കൂടുതലായതുകൊണ്ട് താളത്തിനൊപ്പം കൂടെ നിൽക്കാൻ പറ്റുന്നില്ല. പറ്റുന്നില്ല. അതല്ല, എന്തിനാ തുള്ളുന്നേ? ഇത് ഡബിൾ പേയ്മെന്റ് ആണല്ലോ. ഒന്ന് കല്യാണത്തിന്റെയും പിന്നെ ആ പുള്ളിയുടെ ചാക്കാലയുടെയും. ഈ നശിച്ച തള്ള കാരണം ഒരു മരണത്തിന് ഉത്തരവാദിത്തം പറയേണ്ട വന്നേനെ. ഈ അമ്മായിക്ക് എന്തിന്റെ കേടാ? അടങ്ങി ഒതുങ്ങി വല്ലയിടത്ത് ഇരുന്നുകൂടെ? ഇതുകൊണ്ടാ നിങ്ങളെ കല്യാണം വിളിക്കാഞ്ഞ്. എന്നാലും വലിഞ്ഞു കയറി വന്നോളും. മോനെ 3-ാം വയസ്സില് വെള്ളത്തിൽ വീടും മടക്ക് വെള്ളം കുടിച്ച് ചാവാൻ പോയതിന്റെ എന്റെ ജീവൻ നോക്കാണ്ട് നിന്റെ ജീവൻ കാത്ത അമ്മായിയല്ലടാ ഞാൻ. നിർത്തുതള്ള എവിടുന്ന്? എന്റെ അളിയാ, ഇതിലും നല്ല നിങ്ങൾ ആ വെള്ളത്തിൽ കിടന്നങ്ങ് ചാകുന്നതാണ്. കുറെ നേരമായിട്ട് ഞാൻ കേക്കോ വെള്ളത്തിൽ കിടന്നെ മെണക്കുന്ന കൂച്ചന്ന്. എന്നാ കൂച്ചന്ന് മിണ്ടിപ്പോലൂടെ. മോനെ അമ്മായിന് ഒരു പ്രശ്നം ഉണ്ടാക്കില്ലടാ കുട്ടിയെ. വളയപ്പുള്ളിക്കാവിലെ അമ്മയാണോ സത്യം? എന്റെ അളിയാ, ഇത് അമ്മായി ഉള്ളി തട്ടി തന്നെ പറഞ്ഞതാ. ശുക്ലാംബരധരം വിഷ്ണു ശശിവർണം. ശശി പറഞ്ഞോ? എന്താണ്ട രാമകൃഷ്ണ, അപ്പൊ നീ ശശിനെ വിളിച്ചിട്ടില്ലേ കല്യാണത്തിന്? അതെ തള്ളെ ഒരു തരത്തിൽ ഞാൻ ഒപ്പിച്ചോണ്ടിരിക്കുക. സമ്മതിക്കില്ലയോ? സമ്മതിക്കില്ലാന്നുണ്ടോ? ശുക്ലാംബരധരം വിഷ്ണു ശശിവർണം പ്രസന്നവദനേ. പ്രസന്ന വരില്ല. പൊളിഞ്ഞു. പ്രസവിച്ച് കിടക്കണ പ്രസന്ന എങ്ങനെ വരാനാണ്? അവിടെ പോയിരുന്ന് കാണ്ട കോലാണ്. എന്റെ അമ്മോ, 4 കുട്ടികൾ ഒറ്റ പ്രസവത്തിലേ. ഹായ്, ഇങ്ങനെ പോയ കല്യാണം പൊളിയൂട്ടോ. ആരെങ്കിലും ഒരു തേങ്ങ എടുത്ത് ഈ തള്ളയുടെ അണ്ണാക്കിലോട്ട് തള്ളി കയറ്റി. അണ്ണാക്കിലേക്ക് തള്ളി കയറ്റിയ എന്റെ അമ്മായി ഒന്നും ഉണ്ടായിരിക്കോ? അതിന് ഞാനെന്ത് പറഞ്ഞിട്ടാണ്? വേണ്ടാത്തൊന്നും പറഞ്ഞില്ല, ചോദിച്ചാനുള്ള മറുപടി പറഞ്ഞു അമ്മായി. ശുക്ലാംബരധരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നപദനം ധ്യായേ. ഈ നേരത്താണ് ചായ കുടിക്കണത്. ചായയോ? ആ ചായ എന്ന് പറഞ്ഞില്ലേ? ഇതെന്ത് മനക്കെട്ട പിശാസാണ്? ഹായ്, ഇതെന്ത് മെനക്കെട്ട പിശാചാണെന്ന് പറഞ്ഞതാ. ദേഷ്യം വന്നപ്പോ ഓൺ മാറിപ്പോയതാ. ഈ തള്ളയോട് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? നിങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോ. ഒരു കൂട്ടത്തിന് വർത്താനത്തിനു അമ്മായിന് വരടാ. അളിയാ, അമ്മായി ഇനി ഒരക്ഷരം മിണ്ടത്തില്ല. ദേ ചെറുക്കം വരാൻ സമയമായെന്ന്. അമ്മായി ദേ ചെറുക്കം വന്ന്. ആര് വന്നാലും എനിക്കെന്താണ്ടാ? എനിക്കാരും കാണുന്നു വേണ്ട. അമ്മായിനെ ഒരു മുടക്കാച്ചേർക്കായിട്ടല്ലടാ കണ്ടിരിക്കണത്. അമ്മായിനെ വിളിക്കേ വേണ്ട. അത് ശരി, ഇനി അമ്മായിയെ വിളിക്കേ വേണ്ടേ? ഉണ്ണാറാമ്പ വിളിച്ചാ മതിടാ. ദേ പെണ്ണിനെ ഇറക്കാൻ പോവാട്ടോ. അതെ, കെട്ടിനുള്ള സമയമായിരിക്കണു. കെട്ടിമേളം. നിർത്തടാ മോനെ, എനിക്ക് ഇവനെ അറിയാടാ. ഇവൻ വേറെയും പെണ്ണ് കെട്ടിയിട്ടുണ്ട്. അമ്മായി മിണ്ടരുത്. ഞാനൊന്ന് പറയട്ടെ കുട്ടിയെ. നിങ്ങൾ ഒരു മാങ്ങാത്തൊലി പറയണ്ട. കുറെ നേരമായിട്ട് ഞങ്ങൾ ഇവിടെ ക്ഷമിക്കുക. ഈ കല്യാണം മുടക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. അതെ, ഈ പ്രോപ്പർട്ടിനെ എടുത്ത് ആരെങ്കിലും വെളിയിലോട്ട് വെക്ക. അപ്പൊ ദോഷങ്ങളൊക്കെ ഒഴിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ചടങ്ങുകൾ അങ്ങോട്ട് തുടങ്ങിയാലോ? കെട്ടി നടക്കട്ടെ. പോലീസോ? ചീട്ട് കളിച്ചാലും പോലീസ്, കല്യാണം നടത്തിയാലും പോലീസ്. ഒരു തരത്തിൽ ഞാൻ ജീവിക്കാൻ ഹുമാര് സമ്മതിക്കുന്നില്ല. എങ്ങോട്ടൊന്ന് ഓടുന്നു. അങ്ങോട്ട് മാറണം. എന്നാ അങ്ങോട്ട് പോകുവാണേ. കല്യാണം നടക്കാൻ വരട്ടെ. അതെന്താ സാറേ? ഇവനെ കല്യാണ തട്ടിപ്പ് വീരനാ. ആര് പറഞ്ഞു? ഇവിടെ നിന്നൊരു ഫോൺ വന്നു. ഇവിടുന്ന് ഇപ്പൊ ആര് ഫോൺ ചെയ്യാൻ? ശബ്ദം കേട്ടിട്ടൊരു പ്രായമുള്ള സ്ത്രീയാണെന്ന് തോന്നുന്നു. എന്റെ ദൈവമേ, അതെന്നാൽ ഇവിടുത്തെ അമ്മായി ആയിരിക്കും. അവരുടെ സ്വഭാവമാണ് ഈ കല്യാണം മുടക്കല്. എന്റെ പൊന്ന് സാറേ, അവര് പറയുന്ന ഒന്നും വിശ്വസിക്കരുത്. അവരുടെ സ്വഭാവം അതായിരിക്കും. പക്ഷെ ഇപ്പൊ പറഞ്ഞ സത്യമാ. ഇവനെ ശരിക്കും ഒരു വിവാഹ തട്ടിപ്പുകാരനാ. അതിനുള്ള തെളിവാ ഇവരൊക്കെ. അയ്യോ സാറേ, ഇതൊക്കെ അപ്പൊ സത്യമാണോ? പിന്നെ അല്ലാതെ. അയ്യോ പാവം എന്റെ അമ്മായി. വെറുതെ ഞാൻ സംശയിച്ചു. എനിക്കിപ്പൊ എന്റെ അമ്മായിയെ കാണണം. അമ്മായിനെ വിളിക്ക്. അമ്മായി എന്നോട് ക്ഷമിക്കണം. അത് പോട്ടെ കുട്ടിയെ.
അമ്മായി അതൊന്നും കാര്യാക്കിയിട്ടടാ. അമ്മായി കാരണം എന്റെ മോള് രക്ഷപ്പെട്ടു. അല്ല, അമ്മായിക്ക് എങ്ങനെ ഇയാൾ അറിയാം? നാട്ടിലെ കല്യാണത്തിനെല്ലാം കള്ളത്തീറ്റ തിന്ന് നടക്കുന്ന ഈ തള്ള ചിലപ്പോ ഇവന്റെ കല്യാണത്തിനും പോയി കാണും. ഇപ്പൊ നീ പറഞ്ഞത് സത്യം. ഏതായാലും അമ്മായി കാരണം ഞങ്ങൾക്ക് ഇവരെ പിടിക്കാൻ പറ്റി. താങ്ക് യു അമ്മായി, താങ്ക് യു. അല്ലടാ മോനെ, മോന്റെ വീട് എവിടെയാണ്? മുട്ടിക്കുളങ്ങര. മൂട്ടിക്കുളങ്ങര എവിടെയാണ്? ആ ശിവക്ഷേത്രത്തിന്റെ ബാക്കിലായിട്ട് വരും. അല്ലടാ പോലീസ് ഉണ്ണിയേ, കഴിഞ്ഞ ആഴ്ച അവിടെ ഒരു കല്യാണം ഉണ്ടായിരുന്നില്ലേ? ആ, അത് എന്റെ കല്യാണമായിരുന്നു അമ്മായി. പക്ഷെ മോൻ കല്യാണം കഴിച്ച ആ പെണ്ണുണ്ടല്ലോ. അങ്ങനെ അമ്മായിയും മരുമകനും നല്ല പാലക്കാടൻ സ്ലാങ്ങില് തകർത്ത് അഭിനയിച്ചിട്ട് നിൽക്കുകയാണ്. എന്താ ഈ അമ്മായി എങ്ങനെ വളർത്തിന്ന് പറഞ്ഞേ? താഴത്തും തലയിലും വെക്കാതെ വളർത്തിയ അമ്മായിയാണ്. അല്ലെ, എന്ത് വെള്ളത്തിൽ പോയപ്പോ എന്താ പറ്റിയല്ലോ? 3-ാം വയസ്സില് വെള്ളത്തിൽ പോയപ്പോ വെള്ളത്തിൽ പോയപ്പോ എന്റെ ജീവൻ നോക്കാണ്ടേ എങ്ങനെ വെള്ളം കുടിച്ചത് എങ്ങനെയാന്ന് പറഞ്ഞു. മടക്ക് അപ്പൊ എന്തായാലും നിങ്ങളുടെ പെർഫോമൻസ് തകർപ്പൻ പെർഫോമൻസ് ആയിരുന്നു. അതിന് മാറ്റു കൂട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ നിങ്ങളുടെ കൂടെ പെർഫോം ചെയ്ത എല്ലാ ആർട്ടിസ്റ്റുകളും തകർത്ത് അഭിനയിച്ചു. നെൽസൺ ചേട്ടാ പ്ലീസ്. എങ്ങനെയുണ്ടായിരുന്നു ഈ വീട്ടമ്മമാരുടെ കൂടെയുള്ള എക്സ്പീരിയൻസ്? നന്നായിരുന്നു. ഇവരും എല്ലാം പഠിപ്പിച്ചോ അതോ ഇവരെ പഠിപ്പിച്ചോ? ഞാൻ ഇന്നലെ മൊത്തം പഠിക്കുമായിരുന്നു. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ഈ രീതിയിലുള്ള സംസാരമേ വരിക പോകാം. ഞാൻ ഇതുവരെ ജീവിതത്തിൽ ചെയ്തിട്ടില്ല. ഇല്ലല്ല, ഞാൻ ഇന്നലെ അവിടെ ഡബ് ചെയ്തപ്പോ ഇങ്ങനെ ഓരോന്നോരോന്ന് പഠിച്ചാ ചെയ്തത്. വെരി ഗുഡ്. പക്ഷെ ജുബിതയുടെ മുഖത്ത് അങ്ങനത്തെ ഒരു എക്സ്പ്രഷൻ, ജുബിത അങ്ങനെ വളരെ കഷ്ടപ്പെട്ടാണ് ഈ സ്ലാങ് പഠിച്ചത്? എനിക്ക് എന്റെ വീട് പാലക്കാടാണെങ്കിലും എനിക്ക് സ്ലാങ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, ഒരു ചാലഞ്ചിങ് ആയിരുന്നു. ഓക്കെ, സിബി ചേട്ടൻ എന്ത് തോന്നി ഭാര്യ ഈ ഒരു ഗെറ്റപ്പിൽ കണ്ടിട്ട്? നല്ലൊരു എന്താ പറയാ ചേഞ്ച് ഓവർ ആയിട്ട് തോന്നി. നല്ല മേക്ക് ഓവർ ആയിട്ട് തോന്നി. കുഴപ്പമില്ല. ഇതാ കുറച്ചും കൂടെ ലുക്ക് കൂടുതലും തോന്നല്ലേ? നല്ല ലുക്കാ. ഇതും നല്ല ലുക്കാ. ചേട്ടാ, അപ്പൊ കുറെ നാൾ കൂടി ഫ്ലോറിലേക്ക് വന്നോണ്ട് ഞങ്ങൾക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും പെർഫോമൻസോ പാട്ടോ മിമിക്രിയോ പാട്ട് സേഫ് സോണിൽ നിന്നിട്ടുള്ള പരിപാടികളാ. നെൽച്ചേട്ടൻ നല്ല അസൽ സിംഗർ ആട്ടോ. ഇൻട്രോ കൊടുത്തിട്ടുണ്ട്, പാടിക്കോ. ക്ലാസിക്കൽ പാട്ടൊക്കെ പാടി. ആയിക്കോട്ടെ. മലയാളി വീട്ടമ്മയിൽ സുവർണ കിരീടം ചൂടുന്ന വീട്ടമ്മയ്ക്ക് കോൺഫിഡന്റ് ഗ്രൂപ്പ് സമ്മാനിക്കുന്നു 1 കോടി വിലമതിക്കുന്ന ഫ്ളാറ്റും ടൊയോട്ട ക്രിസ്റ്റ കാറും. Flowers celebrating motherhood. മലയാളി വീട്ടമ്മ. നെൽസൺ ചേട്ടൻ പൊളിച്ചടുക്കി. നെൽസൺ ചേട്ടൻ ശാസ്ത്രീയമായി എത്ര വർഷം പഠിച്ചിട്ടുണ്ട് എന്ന് ഞാൻ ചോദിച്ചാൽ? പഠിച്ചിട്ടില്ല. അപ്പൊ ഒരു അസൽ കയ്യടിയുടെ പാട്ട് ക്ലാസിക്കലായിട്ട് പഠിക്കാത്ത ഒരാളാണ് ഇത്ര കോൺഫിഡന്റ് ആയിട്ട് നമ്മുടെ മുമ്പിൽ ഇതിന് അസലായിട്ട് പാടി. ചേട്ടാ ഗംഭീരമായിരുന്നു. വേദന മാർക്ക് കൊടുക്കണ്ടേ? അതാണ് ഇപ്പൊ പ്രശ്നം.
കഴിവ് എവിടെയൊക്കെയാ ഉള്ളതെന്നുള്ളത് അതെ മനസ്സിലാക്കുക. നന്നായിരുന്നു. ജുബിത സൂപ്പർ. താങ്ക് യു. സൂപ്പർ. അസലായിട്ട് അഭിനയിച്ചു, നന്നായി ചെയ്തു. താങ്ക് യു. ഒരു കല്യാണത്തിന് ഒരു അമ്മായിയമ്മയല്ല, ഒരു ആണായാലും പെണ്ണായാലും ഒരാൾ മതി ഉറക്കാൻ. ജുബിതന്റെ കൂടെ നിങ്ങളുടെ ഹസ്ബൻഡ് ഭയങ്കരമായിട്ട് കോപ്പറേറ്റ് ചെയ്തു. ഹാറ്റ്സ് ഓഫ്. അതൊരു നല്ലൊരു ഇതായിരുന്നു. നന്നായി ചെയ്തു, നന്നായി ചെയ്തു. നല്ലൊരു നല്ല സിറ്റുവേഷൻ ആയിരുന്നു. അപ്പോൾ ജുബിതയുടെയും ഹസ്ബൻഡിന്റെ ഈ ഒരു പെർഫോമൻസിന് എത്ര മാർക്കാണ് മാം കൊടുക്കുന്നത്? 35 ഔട്ട് ഓഫ് 50. താങ്ക് യു മാം. യു വെൽക്കം. സോ 35 on 50 അതാണ് ജുബിതയ്ക്ക് ഈ ഒരു സ്കിറ്റ് റൗണ്ടിൽ, ഫാമിലി സെലിബ്രേഷൻ സ്കിറ്റ് റൗണ്ടിൽ കിട്ടിയിരിക്കുന്നത്. ജുബിത ആൻഡ് സിബി ചേട്ടാ, കൺഗ്രാറ്റുലേഷൻസ്. മലയാളി വീട്ടമ്മയിൽ സുവർണ കിരീടം ചൂടുന്ന വീട്ടമ്മയ്ക്ക് കോൺഫിഡന്റ് ഗ്രൂപ്പ് സമ്മാനിക്കുന്നു 1 കോടി വിലമതിക്കുന്ന ഫ്ളാറ്റും ടൊയോട്ട ക്രിസ്റ്റ കാറും. Flowers celebrating motherhood. മലയാളി വീട്ടമ്മ. ഡിഷ് കോൾ ഡിഷ് വാഷ് മലയാളി വീട്ടമ്മ പ്രസന്റഡ് ബൈ ചുങ്ക ജ്വല്ലറി, കോ ബ്രാൻഡഡ് ബൈ സേര. മലയാളി വീട്ടമ്മയുടെ രസകരമായ ഇന്നത്തെ അധ്യായം എല്ലാ പ്രേക്ഷകർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വീണ്ടും പുതുമേറിയ കാഴ്ചകളോടെ കാണുന്നത് വരെ ഇറ്റ്സ് ബൈ ഫ്രം us.